ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കോ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മണിക്കുട്ടൻ ഈ അനുഗ്രഹമൊക്കെ വാങ്ങിയത് നിലത്ത് കിടന്ന് നക്കി തുടച്ചത് എങ്ങോട്ടാണെന്നല്ലേ? മണിയുടെ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കാനായിട്ട് ഞങ്ങൾ അംഗൻവാടിയിലേക്ക് പോവുകയാണ് ഗൈസ്. അതിൻ്റെ അനുഗ്രഹമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ എല്ലാവരുടെയും കാല് തൊഴുത് നടക്കുമായിരുന്നു. ഇന്നലെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ കാലും തൊഴുത് എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി. അപ്പോൾ എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് നല്ല സുന്ദര കുട്ടുമ്പനായിട്ട് പോവാണ്. അവനെക്കാട്ടിലും നല്ല ഗെറ്റപ്പിൽ ഞാൻ റെഡി ആയിട്ടുണ്ട്. എങ്ങോട്ടാന്ന് ചോദിച്ചാൽ അംഗൻവാടി പോയി പായസം കുടിക്കാൻ, അല്ല അങ്ങോട്ട്. മണിയുടെ ഫ്രണ്ട് ഇവിടുത്തെ അടുത്ത് തന്നെയുണ്ട്, നന്ദൂട്ടിയാണ്. ആദിനന്ദ എന്നാണ് അവിടെ പേര്. അപ്പോൾ അവൻ്റെ ഫ്രണ്ടിനെ വിളിക്കുകയാണ്, വരുന്നില്ലേടി എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ വന്നേക്കാടാന്ന് പറഞ്ഞിട്ട് അവനിങ്ങ് പോന്നു. ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും പിള്ളേരൊക്കെ കുറവാണ്. എല്ലാവരും മറ്റേ പ്ലേ സ്കൂളൊക്കെ തപ്പി അങ്ങ് പോവല്ലേ. അപ്പോൾ പിന്നെ അംഗൻവാടിയിലോട്ടൊന്നും ആരും വരുന്നില്ല. ഈ പ്രാവശ്യം 11 പിള്ളേരോളം ഉണ്ട് നമ്മുടെ അംഗൻവാടിയിൽ. അപ്പോൾ LKG പോകുന്ന പിള്ളേർക്കുള്ള ഗിഫ്റ്റ് കൊടുക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പുതിയ പിള്ളേരെ സ്വാഗതം ചെയ്യുന്നതും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നിട്ടാണ് അവിടെ ബലൂൺ വീർപ്പിക്കലും പരിപാടിയൊക്കെ നടന്നത്. അതുകൊണ്ട് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. മണി ഭയങ്കര വികൃതിയായിരുന്നു. ഒരു സ്ഥലത്തിരിക്കാത്തൊരു ചെറുക്കൻ അവിടെ ചെന്നു ആ പരിപാടി തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇവർക്ക് കഴിക്കാനായിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ സേമിയ പായസം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലഡു, ജിലേബി, മിഠായി എന്നിവയൊക്കെ ഉണ്ടായിരുന്നു. പല കുട്ടികളും കരഞ്ഞും പിഴിഞ്ഞും ഒക്കെയാണ് ഇരിക്കുന്നത്. അമ്മമാരുള്ള ഒരിതിലാണ് ഈ ഇരിക്കുന്നത്. മണി അവിടെ ഏറ്റവും കൂടുതൽ ഈ വികൃതി കാണിച്ചുകൊണ്ടിരുന്നത് മണിയാണ്. അത് പിന്നെ ആ നീലയിട്ട നന്ദൂട്ടനും. അവനാണ് അവിടുത്തെ ഓൾ ഇൻ ഓൾ. അവൻ്റെ വീട് അവിടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പവറാണ് അവന്. അവിടുത്തെ ഓൾ ഇൻ ഓൾ ആയിട്ടാണ് പുള്ളി നടക്കുന്നത്. മണിക്കുട്ടനെ വലിയ ഇഷ്ടമാണ്. മണി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? അവിടുത്തെ എല്ലാം പിടിച്ചടക്കിയ പോലുള്ള ഇരിപ്പാണ് ഇരിക്കുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. അമ്മയൊക്കെ ഞാൻ കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും ഈ കിടന്ന് വികൃതി കാണിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അവൻ ഒരു പൂച്ചക്കുട്ടി ആവുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദൂട്ടി, ഇത് നന്ദൂട്ടിയുടെ അമ്മ ഹരിത. ആൾക്കും യൂട്യൂബ് ചാനലുണ്ട്. ഹരിത ഹരിതവ് എന്നാണ് അവളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. എല്ലാവരും ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കണ്ടോ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടോ. മക്കൾക്ക് പിന്നെ കരച്ചിലൊന്നും ഇല്ലായിരുന്നു. അതിലും ടെററായിട്ട് നടക്കുകയായിരുന്നു. അപ്പം നമ്മുടെ ഉദ്ഘാടനത്തിന് നമ്മുടെ മെമ്പറും വാർഡ് മെമ്പറും ഒക്കെ എത്തിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഒരു ബലൂണിൻ്റെ സൗണ്ട് കേട്ടത് മണിക്കുട്ടൻ നന്ദൂട്ടിയുടെ ബലൂൺ പൊട്ടിച്ചതാണ്. അവിടെ എല്ലാ പിള്ളേർക്കും ഞങ്ങൾ ഓരോ ബലൂൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവന് എല്ലാവരുടെയും ബലൂൺ പൊട്ടിക്കുന്നു, തൊപ്പി വലിച്ചെടുക്കുന്നു. അന്ന് ഇവനൊട്ട് വെക്കുകയില്ല, ബലൂണൊട്ട് പിടിച്ചിരിക്കുകയോ കളിക്കുകയോ ഒന്നും ചെയ്യത്തുമില്ല. എല്ലാവരുടെയും കുശുമ്പ് ഊതിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ മോനായിട്ട് പറയല്ല, ഇന്നിങ്ങനെയായി, ഇനി നാളെ എങ്ങനെ ഞാൻ കൊണ്ടിരുത്തുമെന്ന് ഞാൻ ഇന്നേ ആലോചിക്കുന്നുണ്ട്. ഇവൻ്റെ ഈ വികൃതി കാരണം അടുത്തിരിക്കുന്നവർക്ക് വരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ പിടിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ബിരിയാണി ഒന്നും കഴിക്കാനായിട്ട് പറ്റിയില്ല. കാരണം എനിക്ക് ബാങ്കിലൊക്കെ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഇറങ്ങി. പക്ഷേ ഇവനെ അവിടെ ഇരുത്തിയിട്ട് വരാൻ നോക്കി. പക്ഷേ അവൻ എന്നെക്കാട്ടിലും മുന്നേ ഇറങ്ങിയായിരുന്നു. അമ്മ പിന്നെ വന്നായിരുന്നു. അമ്മ വന്നപ്പോഴത്തേന് പിന്നെ പറയണോ, പോയി. പിന്നെ നാളെ മുതൽ ഇരുത്താമെന്ന് ഓർത്തിട്ട് ഞങ്ങളങ്ങ് പോയായിരുന്നു. അംഗൻവാടിയിൽ നിന്ന്
പുതിയ പിള്ളേർക്ക് ബുക്കും പെൻസിലും ഒരു ബോക്സും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കളർ ബുക്കാണ്, ചെറിയ കഥകളൊക്കെ ഉള്ളൊരു ബുക്കാണ്. അപ്പോൾ കുറച്ച് നേരം മണിക്കുട്ടനെ ഒന്ന് അടക്കി ഇരുത്താനായിട്ട് അത് കിട്ടിയോണ്ട് വലിയ ഉപകാരം. ഞാൻ ഓർത്തു അത് അപ്പം തന്നെ നശിപ്പിക്കുമെന്ന്, പക്ഷെ നശിപ്പിച്ചില്ല. മണിക്കുട്ടൻ്റെ ബാഗും ബോക്സും എല്ലാം സ്പൈഡർമാനാണ്. അവൻ സ്പൈഡർമാൻ ഫാനാണ്. പിന്നെ എല്ലാവരുടെയും പ്രസംഗവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ലഡു തിന്നലായി, ജിലേബി തിന്നലായി, മുട്ടയി തിന്നലായി. പിന്നെ അത് തന്നെയായിരുന്നു പരിപാടി. പിന്നെ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ പാട്ടും കഥകൾ പറയലും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് നേരം ആസ്വദിച്ചു. പിന്നെ ടീച്ചർ പാട്ടിട്ട് കൊടുത്തപ്പോൾ തന്നെ എല്ലാ പിള്ളേരും ഭയങ്കര തുള്ളലാണ്. മണിയും പോകുന്നുണ്ടായിരുന്നു തുള്ളാനും കളിക്കാനും ഒക്കെ. ഇനി ആരെങ്കിലും എന്തേലും വിചാരിക്കുമോ എന്ന് ഓർത്തിട്ട് അവിടെ വരെ പോയിട്ട് ജസ്റ്റ് തുള്ളിയിട്ട് തിരിച്ച് ഓടി വരികയാണ്. അവൻ കളിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരും നോക്കുമ്പോഴത്തേനൊരു നമ്മുടെ അംഗൻവാടിയിലൊക്കെ ഈ ബൂഫർ ടൈപ്പ് ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ്. അപ്പോൾ അതൊക്കെ നല്ലൊരു ഉപകാരമാണ്. പിള്ളേരെ ഒരു എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനും ഒക്കെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങ് ഇറങ്ങി. അപ്പോൾ അത് അമ്മ വന്നായിരുന്നു. അമ്മ ഇരിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ബാങ്കിൽ പോകേണ്ടത് കൊണ്ട് അമ്മ വരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അമ്മ എല്ലാം കഴിഞ്ഞിട്ടാണ് വന്നത്. പിന്നെ ഞങ്ങളിങ്ങ് ഇറങ്ങി പോകുന്നു. നാളെ മുതൽ വിടാമെന്ന് പറഞ്ഞത്. അപ്പുറത്ത് മയിൽ പീലി വിടർത്തി രാവിലെ മുതൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴും അവിടെ പീലി വിടർത്തി നിൽക്കുകയായിരുന്നു. പക്ഷേ വീഡിയോ ഒക്കെ ഓണാക്കി വന്നപ്പോഴത്തേന് എൻ്റെ ശബ്ദവും ഞാൻ വരുന്നതും ഒക്കെ കണ്ടപ്പോഴത്തേന് ആൾ പയ്യെ സ്ഥലം വിട്ടു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ യു.